ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. നമുക്കൊരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നത് തയ്യാറാക്കാം. അപ്പോൾ സേമിയം കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വയ്ക്കാം. പാല് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിൽ 3 കപ്പ് പാല്, അതായത് 750 ml പാലാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 250 ml നമ്മൾ സേമിയ വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം വേണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ. കൈയെടുക്കാതെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കസ്റ്റാർഡ് മിക്സിന് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ കുറുകും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. അടുത്തായി സേമിയ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സേമിയ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ബാക്കിയുള്ള 1 കപ്പ് പാലിൽ നിന്ന് 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്തപ്പോൾ മിസ്സായി പോയതാണ്. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സേമിയ നമുക്ക് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വെന്താൽ മതി. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. പാലൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് 1 കപ്പ് പാല് ഞാൻ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സേമിയയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പാലൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം സേമിയ ഒന്ന് ഡ്രൈ ആവും. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൽ ബട്ടർ നന്നായിട്ട് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും സേമിയ വെച്ച് കൊടുക്കാം. വീണ്ടും കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണോ സ്പാറ്റിലോ വെച്ച് കസ്റ്റാർഡ് എല്ലാ ഭാഗത്തേക്കും വരത്തക്ക വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആൽമണ്ട്സും പിസ്തയും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുഡിംഗ് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ട്രെയിൽ സെറ്റ് ചെയ്തതുപോലെ നിങ്ങളെ കയ്യിൽ ഐസ്ക്രീം ബൗളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബൗളിൽ ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്